എല്ലാവർക്കും നമസ്കാരം. അപസ്മാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് ജ്യോതിഷ പ്രകാരം അല്ല ജാതക പ്രകാരം അപസ്മാരം ഒരു വ്യക്തിക്കുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ഓർമ്മശക്തിയെ ഇല്ലാതാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് രോഗത്തിന് അപസ്മാരം എന്ന പേർ നൽകിയിരിക്കുന്നത്. ജ്യോതിഷത്തിൽ അപസ്മാര രോഗത്തിന് മറ്റു മാനസിക രോഗങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ശനി, ചൊവ്വ, ചന്ദ്രൻ, രാഹു ഈ 4 ഗ്രഹങ്ങൾ അപസ്മാര രോഗത്തിന് കാരണമാവാറുണ്ട്. ചില അപസ്മാര രോഗങ്ങൾ പറയാം. ജാതകാലുള്ളവർ ജാതകത്തിൽ 8-ൽ ശനി, അഷ്ടമത്തിൽ ശനി, ത്രികോണത്തിൽ രാഹു, അനിഷ്ടസ്ഥാനത്ത് രവിയും ശനിയും ഇപ്രകാരം വന്ന് ശുഭന്മാർ ബലവാന്മാരാവാതിരിക്കുക ഒന്നാമത്തെ ലക്ഷണമാണ്. ഇത് ജാതകം നോക്കിയാലേ അറിയാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തത് ചന്ദ്രൻ ശനിയോടുകൂടി നിൽക്കുകയും അവരെ ചൊവ്വ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തെ ലക്ഷണം രാഹുവും ചന്ദ്രനും അഷ്ടമത്തിൽ നിൽക്കുക. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് കേട്ടോ, അതുകൊണ്ടാണ് ചന്ദ്രന് പ്രാധാന്യം കൊടുക്കുന്നത്. പാപഗ്രഹം 8-ൽ നിൽക്കുക, കേന്ദ്രത്തിൽ ശുക്രനും ചന്ദ്രനും നിൽക്കുക. അഞ്ചാമത്തെ ലക്ഷണം ശനി ചൊവ്വയോടുകൂടി 6-ലോ 8-ലോ നിൽക്കുക. 6 ജനനം ഗ്രഹണ സമയത്ത് നടക്കുക, ശനിയും ചൊവ്വയും 5-ലോ 8-ലോ നിൽക്കുക. ഇവരെ പാപഗ്രഹങ്ങൾ നോക്കുക. ചന്ദ്രൻ 6-ലും രാഹു ലഗ്നത്തിലും നിൽക്കുക. ഈ പറയുന്ന യോഗങ്ങൾ 1-2 വന്നതുകൊണ്ട് മനോരോഗിയാകണമെന്നില്ല, അതായത് അപസ്മാര രോഗം ഉണ്ടാകണമെന്നില്ല. കൂടുതൽ ഗ്രഹയോഗങ്ങൾ വന്നാലാണ് മാനസിക രോഗമുണ്ടാകുന്നത്. ലക്ഷണങ്ങൾ ദ്വിത്രീ സംവാദവശാൽ ആണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഇത് ജാതകം നോക്കിയാൽ പറയാൻ കഴിയുകയുള്ളൂ. ജാതകം നോക്കണമെങ്കിൽ വിളിക്കുക, നമ്പർ കൊടുത്തേക്കാം. നമസ്തേ.